Good evening, one and all. Welcome to today's webinar session of ASAP webinar series conducted by Team ASAP Palakkad. Today, we have with us Mr. MC Narayanan Kutty to speak upon the topic Krishiyum Karshakante Adijeevanavum Covidanantara Kalathu. We are extremely lucky to have a speaker who have immense experience in the topic for today. After completing post-graduation in horticulture from Kerala Agriculture University, Mr. MC Narayanan Kutty joined Kerala Agriculture University in 1988 as assistant professor, serving at various colleges and research stations under the university in various capacities before joining as associate director for research High Range Zone Ambalavayal, Wayanad in 2011. Officiated as Associate Director of Research, Central Zone, Pattambi from 2013 to 2019 and coordinated research and extension activities in rice, vegetable and fruit crops. Took active role in crop breeding programs for evolving high-yielding varieties in chili, ashcod, coleus, rice and pulses and soil test-based nutrient management recommendations for crops. Mr. MC Narayanan Kutty retired from Kerala Agriculture University Services on 31/8/2019. I wholeheartedly welcome you, sir, to today's session on behalf of whole Palakkad team, and I invite you to deliver your thoughts on the topic for today, Krishiyum Karshakanum Covidanantara Kalathu. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കോവിഡാനന്തര കൃഷി, കോവിഡാനന്തര അതിജീവനം, കർഷകരുടെ അതിജീവനം, അതുപോലെ പൊതുജനത്തിന്റെ അതിജീവനം, ഇതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡാനന്തരം എന്ന് പറയാമോ എന്ന് തന്നെ എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു. കാരണം ഇത് നമ്മുടെ കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു രീതിയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് സംശയമുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ കോവിഡിന്റെ വ്യാപനം നമുക്ക് തന്നിട്ടുള്ള പേടി, അതുപോലെ ലോക്ക്ഡൗൺ നടത്തിയതിനു ശേഷം നമ്മൾ ബുദ്ധിമുട്ടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പേടികൾ, ഇതെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു. അത് ഇൻഫാക്ട് തുടരുകയാണ്. കാരണം കഴിഞ്ഞൊരു 3 ആഴ്ചയിലധികമായിട്ട് നമ്മൾ ലോക്ക്ഡൗണിലാണ്. അത് തുടരുന്നു. അതിപ്പം 24-ാം തീയതി കഴിഞ്ഞാൽ കുറച്ചുകൂടി റിലാക്സ് ചെയ്യുന്ന പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മെയ് 3-ാം തീയതി ആകുമ്പോൾ വീണ്ടും റിലാക്സ് ചെയ്യുന്ന പറയുന്നുണ്ട്. അതങ്ങനെയാണ്. എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളതിനെ പറ്റി വലിയൊരു നിശ്ചയം നമുക്കില്ല. ഇതിനെ പേടിച്ചിട്ടാണ് നമ്മൾ പൊതുജനവും അതുപോലെ നമ്മുടെ ഭരണകർത്താക്കളും എല്ലാം ഇരിക്കുന്നത്. ഈ കർഷകർക്ക്, നമ്മുടെ നാട്ടിലെ കർഷകർക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. ഒന്ന്, കാര്യമായിട്ട് വിളവ് കിട്ടുന്നില്ല, വില കിട്ടുന്നില്ല, ചെലവ് വളരെ കൂടുതലാണ്, ജോലിക്ക് ആളെ കിട്ടുന്നില്ല, യന്ത്രങ്ങളില്ല, അതുപോലെ പല വിധത്തിലും ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, പ്രകൃതി ഒട്ടും കനിയുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ആൾറെഡി ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ കോവിഡും കൂടെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. ഒരു കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായിട്ട് നമ്മൾ വീട്ടിലിരിപ്പാണ്. അതായത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ കൃഷിക്കാർ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷിയാണ് പ്രധാനം. അതിൽ എന്താണ് ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാൻ പറ്റാത്തവർ കുറെ പേരുണ്ട്. പല സ്റ്റേജിലായിട്ടുള്ളവർ. പണിക്കാരെ കിട്ടുന്നില്ല. മിക്കവാറും എല്ലാം കമ്പൈൻ ഹാർവെസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള വിളവെടുപ്പാണ് നമ്മളിപ്പോൾ തുടരുന്നത്. ഒരു യന്ത്രവൽക്കരണം എന്ന് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കൊയ്ത്തിന്റെ മേഖലയാണ്. അതിന് ഉണ്ടായിരുന്നു. കൊയ്ത നെല്ല് വിൽക്കാൻ കഴിയാതെ, അതായത് നമ്മളിപ്പം സിവിൽ സപ്ലൈസിന് വഴി സർക്കാരിന് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അത് സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുള്ള നെല്ല് സൂക്ഷിക്കാൻ പറ്റാതെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ പല രീതിയിലുള്ള വിഷമം ഈ കൊയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരനുഭവിച്ചു. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലാണെങ്കിൽ അടുത്ത 1-ാം വിളയ്ക്ക് പ്രിപ്പറേഷൻ നടത്താനും ബുദ്ധിമുട്ടായി. ആളെ കിട്ടാത്തതും യന്ത്രങ്ങൾ കിട്ടാത്തതും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതിലും വന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നെൽകർഷകർ ഒരുപാട് വിഷമം അനുഭവിച്ചു. മാങ്ങ കർഷകർ, മാവ് കർഷകർ നമ്മുടെ പാലക്കാട് മേഖലയിൽ, പ്രത്യേകിച്ച് മുതലമട മേഖലയിൽ മാംഗോ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 4000-5000 ഹെക്ടർ സ്ഥലത്ത് മാവ് കൃഷിയുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ടൺ മാങ്ങ വിളയുന്ന സ്ഥലമാണ്.
മുതലമടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാലക്കാടൻ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നേരത്തെ മാർക്കറ്റിൽ എത്തുന്നുള്ളതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അതിൽ പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം ഇത് പൂക്കാൻ വൈകുന്നു, കായ മൂക്കാൻ വൈകുന്നു. നേരത്തെ മാർക്കറ്റിൽ ഉൽപ്പന്നം എത്തുന്നു എന്നുള്ളത് കൊണ്ടുള്ള കൂടുതൽ ലാഭം നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ കർഷകർക്ക് കിട്ടുന്നില്ല. ഈ വർഷം അതുപോലെ ഒരുപാട് വൈകിയാണ് മാവ് പൂത്തത്. കായ പറിക്കേണ്ട സമയം വന്നപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ പറിച്ച കായകൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഫ്രഷ് പ്രൊഡ്യൂസ് ആകുമ്പോൾ നാശനഷ്ടങ്ങൾ കൂടുതലായിരിക്കും. അങ്ങനെ ഭീമമായ നഷ്ടം ഉണ്ടായി. കൃഷി വകുപ്പിന്റെയും സർക്കാരിന്റെ എല്ലാം സഹായത്തോടു കൂടെ ഓൺലൈൻ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ പോലും നഷ്ടം വളരെ കൂടുതലാണ്. ഇപ്പോഴും നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഴ കൃഷിയിലും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ വില കുറഞ്ഞു, അത് കൊണ്ടുപോകാൻ പറ്റാതെ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാതെയുള്ള ബുദ്ധിമുട്ടുകൾ, മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നില്ല, എത്തിച്ചാൽ അതിന് വില കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ വന്നു. പച്ചക്കറി വിപണി എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നങ്ങൾ വന്നതാണ്. കാരണം വിഷു, ഈസ്റ്റർ വിപണി ലക്ഷ്യമാക്കിയിട്ട് ഒരുപാട് കർഷകർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി. ഒന്നും മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല, വേണ്ട പോലെ മാർക്കറ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അവിടെയും അവർ നഷ്ടം സഹിക്കാൻ പറ്റി. പൈനാപ്പിളിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകൾ വായിച്ചതാണ്. പൈനാപ്പിൾ കയറ്റി അയക്കാൻ പറ്റാത്തത്, കയറ്റി അയച്ച പൈനാപ്പിൾ വഴിയിൽ കടന്ന് ചീഞ്ഞു പോയത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ മേഖലയിലും കുറച്ചൊക്കെ സഹായിക്കാൻ കൃഷി വകുപ്പിനും അതുപോലെ സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അത് മുഴുവനായിട്ടൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. റബ്ബർ മേഖലയിലാണെങ്കിൽ ടാപ്പ് ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. ടാപ്പ് ചെയ്ത് സംസ്കരിച്ചു വെച്ച റബ്ബർ ചെലവാക്കാനും പറ്റാതെ, അല്ലെങ്കിൽ വിൽപ്പന നടത്താൻ കഴിയാതെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. ഈ കുരുമുളകിന്റെയും ഏലത്തിന്റെയും കാര്യത്തിലുണ്ട്. ഏല കൃഷി കാര്യമായിട്ട് പാലക്കാട് ഇല്ലെങ്കിൽ പോലും കുരുമുളക് കുറച്ചൊക്കെ കൃഷി ഉള്ളതാണ്. ഇത് എക്സ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്നു പോയത് കാരണം വിപണിയിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വില കിട്ടുന്നില്ല, ഉൽപ്പന്നങ്ങൾ ചെലവാക്കാനേ പറ്റുന്നില്ല എന്നുള്ള നിലയ്ക്ക് കൃഷിക്കാരൻ ബുദ്ധിമുട്ടാണ്. നല്ല തെങ്ങ് കയറി ഇട്ടാൽ പോലും അത് പണമാക്കി മാറ്റാനും വളരെ വിഷമം തന്നെ. അതുപോലെ പാല് പലരും ഒഴുക്കിക്കളയായിരുന്നു. പാല് ചെലവാക്കാൻ പറ്റാതെ ഒഴുക്കിക്കളയുന്ന രംഗങ്ങൾ നമ്മൾ പല മീഡിയയിലും കണ്ടതാണ്. കോഴി കൃഷിക്കാരാണെങ്കിൽ കോഴിക്ക് കേരളത്തിലെ പല മേഖലയിലും കോഴിപ്പനി വന്നു, പക്ഷിപ്പനി വന്നു. അതോടൊപ്പം വില വല്ലാതെ കുറഞ്ഞു. ഇത് ചെലവാക്കാൻ ബുദ്ധിമുട്ടി. അവരും പല രീതിയിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. ഇനി ഇത് കൂടാതെ കന്നുകാലി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിന് തീറ്റ കൊടുക്കാനുള്ള മാർഗ്ഗമില്ല, തീറ്റ കിട്ടാനില്ല, പച്ചപ്പുല്ല് കിട്ടാനില്ല, അതുപോലെ കോൺസെൻട്രേറ്റ്സ് വാങ്ങിക്കാൻ കഴിയുന്നില്ല, അത് സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾ ഓരോരുത്തരും കൃഷിക്കാർ പ്രത്യേകിച്ചും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് പൊതുവായിട്ട് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ സർക്കാർ പറയുന്നു നമ്മുടെ ഒരു ഭക്ഷ്യധാന്യ ശേഖരമുണ്ട്, 2-3 മാസത്തേക്കൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ഈ ഭക്ഷ്യധാന്യ ശേഖരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹാർവസ്റ്റിൽ നിന്ന് അടുത്ത ഒരു 2-3 മാസത്തേക്കൂടെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അതിനും മുൻപ് ഇതിന് ഒരു നിയന്ത്രണം വന്നില്ല എങ്കിൽ, കോവിഡിനെ ഫലപ്രദമായിട്ട് നമ്മൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനോ കഴിഞ്ഞില്ല എങ്കിൽ പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുന്നത്. ഈ ചരക്ക് നീക്കമാണ് ഇപ്പം ലോക്ക്ഡൌണിൽ നമുക്ക് പ്രശ്നമായി വന്നത്. ഉൽപാദനം കൂടെ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ 5-6 മാസം കഴിയുമ്പോൾ നമ്മൾ വളരെ രൂക്ഷമായിട്ടുള്ള ക്ഷാമത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അതും കൂടെ നമ്മൾ മുന്നിൽ കാണണം. ഈ ഒരു കാണാൻ കഴിയാത്തൊരു ശത്രു, അങ്ങനെ അദൃശ്യനായ ശത്രു എന്നാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം വിശേഷിപ്പിച്ചിരുന്നത്. ഇത് ലോകത്തെ ആകെ കുലച്ചു എന്നുള്ളതാണ് ഈ വൈറസിന്റെ ഒരു പ്രത്യേകത. ഇനി നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ പറ്റി നമുക്ക് കാര്യമായ ഒരു രൂപമില്ല. ഇന്നലെ മുതൽ കുറച്ച് നിയന്ത്രണങ്ങളും വ്യത്യാസം വന്നു. ഇന്നലെ തന്നെ നമുക്ക് ആശങ്ക ജനിപ്പിക്കുന്ന വിധം കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. ഇന്നത്തെ സ്ഥിതി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ആ ഒരു അനിശ്ചിതത്വം നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, ഇപ്പൊ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരന് അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമാണ്.
മറ്റുള്ളവർക്കൊക്കെ അസുഖം വന്നാൽ പിന്നെ ചികിത്സിച്ച് ഇരിക്കാം. കൃഷിക്കാരന് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഉൽപാദന പ്രക്രിയ തന്നെ അവതാളത്തിലാവാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ സർവൈവലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ കൃഷിയും ഭക്ഷ്യോത്പാദനവും തുടർച്ചയായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുള്ളത്. ഇനി ഈ ലോക്ക്ഡൗൺ കാലത്ത് മുടങ്ങിയ ഒരുപാട് കൃഷിപ്പണികളുണ്ട്. കൃഷിക്കാരന് എന്നും വിശ്രമില്ലാത്ത ആളാണ്. ഹോളിഡേ ഇല്ല കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം, എന്നും പണി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിൽ ഒരു 2-3 ആഴ്ചക്കാലം ഇപ്പോൾ ഓൾറെഡി അതിൽ വിഘ്നം വന്നു കഴിഞ്ഞു. ഇനിയും 1-2 ആഴ്ച കൂടെ അതിന് തുടരാനുള്ള സാധ്യതയും കാണുന്നു. അപ്പൊ ഈ കാലത്ത് മുടങ്ങിയിട്ടുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കണം. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന വിളക്കുള്ള ഒരുക്കങ്ങളും അതിൻ്റെ കൂടെ ചെയ്യണം. ഇത് എന്തിനായാലും നമുക്ക് ആളുകൾ വേണം. നമ്മൾ മിക്കവാറും എല്ലാ ജോലികൾക്കും തന്നെ ആശ്രയിച്ചിരുന്നത് അതിഥി തൊഴിലാളികളെയാണ്. അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ അവരിപ്പോൾ പലരും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അടുത്ത അവസരത്തിൽ സ്വന്തം നാട്ടിലേക്ക് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നാച്ചുറലി അത് ഓരോരുത്തരുടെയും കൺസേൺ അങ്ങനെ ആയതുകൊണ്ട് അതിന് നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് ഒരു പ്രശ്നം വരുന്നത് നമ്മളുടെ ഇവിടെ ഇത്തരം ജോലികൾ ചെയ്യാനുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ജോലികളെല്ലാം പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കും. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷിയാണ് വളരെ പ്രധാനം. പാലക്കാട് ജില്ലയെ ഏതാണ്ട് നമ്മൾ 8 അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ അത് മഴയുടെയും അതുപോലെ മണ്ണിന്റെ സ്വഭാവത്തിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ബാംഗ്ലൂരുള്ള NBSS ആൻഡ് LUP എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഇതില് ആലത്തൂര്, കൊഴമന്നം, വടക്കഞ്ചേരി, നെന്മാറ, ചിറ്റൂര്, പാലക്കാട്, മലമ്പുഴ ബ്ലോക്കിന്റെ കുറെ ഭാഗങ്ങൾ, ഈ മേഖലകളെല്ലാം പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലകളാണ്. അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം താലൂക്കിലെ കുറെ സ്ഥലങ്ങളും. അപ്പൊ ഈ മേഖലയിലുള്ള കൃഷി ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത, പാലക്കാടൻ നെൽകൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത് പലപ്പോഴും പൊടിവിതയായിട്ടാണ് ചെയ്യുക. കുറെ പേരെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പ് പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. വിതയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. മഴ കിട്ടിക്കഴിഞ്ഞാൽ, വിഷു കഴിഞ്ഞാൽ ഇതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. മഴ കിട്ടുന്നതിനനുസരിച്ച് വിതയ്ക്കുന്നു. ഈ വിതയ്ക്കുന്ന നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യന്ത്രവൽക്കരണം കുറേയൊക്കെ നടന്നിട്ടുണ്ട്. യന്ത്രവൽക്കരണം നടന്നിട്ടുള്ള മേഖല എന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിളവെടുപ്പ്, കൊയ്ത്ത് ഇപ്പം മെഷീൻ അല്ലാതെ ആളുകൾ കൊയ്യുന്നത് വളരെ ചുരുക്കമാണ്. മെഷീൻ കിട്ടിയില്ലെങ്കിൽ കൊയ്ത്ത് നടക്കില്ല എന്നുള്ള സ്ഥിതിയായിട്ടുണ്ട്. കമ്പൈൻ ഹാർവസ്റ്ററുകൾ മിക്കവാറും വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. രണ്ടാം വിളക്കുള്ളത്. ഒന്നാം വിളക്കുള്ളത് ചെളിയിൽ കൊയ്യുന്നതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള യന്ത്രങ്ങൾ വേണം. ബെൽറ്റ് ടൈപ്പുള്ള യന്ത്രങ്ങൾ വേണം. അതും പുറത്തുനിന്നാണ് വരുന്നത്. വീണ് കിടക്കുന്ന നെല്ലിനെ കൊയ്യാൻ കഴിയുന്ന യന്ത്രങ്ങൾ. രണ്ടാം വിള കൊയ്ത്ത് മിക്കവാറും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നു. യന്ത്രങ്ങൾ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ വന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് യന്ത്രങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. യന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിഥി തൊഴിലാളികളാണ്, പുറത്തുനിന്ന് വരുന്നവരാണ്. അവരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഇത് കാരണം വിളവെടുപ്പ് വൈകി. ഏതായാലും യന്ത്രവൽക്കരണത്തിന്റെ കാര്യത്തിൽ ഹാർവെസ്റ്റർ ഒരു പ്രധാന മേഖല. നടിയിലും കുറേയൊക്കെ യന്ത്രവൽക്കരണം നടന്നിട്ടുണ്ട്. ട്രാൻസ്പ്ലാന്ററുകൾ ഉപയോഗിച്ചിട്ട് നടുന്ന രീതി ഒരുവിധം പോപ്പുലറായി വരുന്നു. എന്നാൽ വിതയ്ക്കുന്നതിന് യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന അത്ര പോപ്പുലർ ആയിട്ടില്ല. യന്ത്രങ്ങൾ അത്രത്തോളം ഉപയോഗിച്ച് തുടങ്ങിയില്ല, യന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും. ഇതിലിപ്പം ട്രാക്ടറിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് അറ്റാച്ച്മെന്റ്സ് നമുക്കുണ്ട്. നമുക്കറിയാം, പണ്ട് കാലത്ത് വിത കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടയുടയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. മുളയുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് മാനുവലായിട്ട് അടിച്ചുടക്കുകയായിരുന്നു. റോട്ടവേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. പൂട്ടാനായിട്ട് ഒരു റോട്ടവേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു ലാൻഡ് പ്രിപ്പറേഷനിൽ വളരെ സൗകര്യമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും വിതയ്ക്കുന്നതിന് മുമ്പ്. അതുപോലെ നുരിവിത്തിടാനുള്ള സീഡ് ഡ്രില്ലുകൾ ഇപ്പൊ ലഭ്യമാണ്. കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ഒരു മോഡലുണ്ട്. അതുപോലെ സീറോ ടിൽ ഡ്രിൽ എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സീഡ് ഡ്രില്ലുണ്ട്. ഇതിൽ ഈ സീറോ ടിൽ ഡ്രിൽ എന്ന് പറയുന്നതിൽ വിത്തിടുന്നതോട് കൂടെ തന്നെ വളവും കൂടെ പ്രയോഗിക്കാൻ കഴിയും. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വരിവരിയായിട്ടാണ് വിതയ്ക്കുന്നത്. അപ്പോൾ വിത്തിൽ സേവിങ് ഉണ്ട്. പിന്നീടുള്ള കൃഷിപ്പണികൾ കുറച്ചും കൂടെ
എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതാണ് റോട്ടവേറ്റർ എന്ന് പറയുന്നത്. റോട്ടവേറ്റർ എന്ന് പറയുന്നത് പൊടിക്കാനും, അതായത് ചെളിയിൽ ഉപയോഗിക്കാം, പൊടിയിൽ ഉപയോഗിക്കാം. പൊടിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് കട്ടകളെല്ലാം പൊടിഞ്ഞ് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് പോപ്പുലറായി വരുന്നു നമ്മുടെ നാട്ടിൽ. അതുപോലെ ഇതാണ് സീഡ് ഡ്രിൽ എന്ന് പറയുന്നത്. സീഡ് ഡ്രിൽ എന്ന് പറയുന്നത് വരിയായിട്ട് ഇതിലിപ്പോൾ 8 റോ വിത്ത് വിതയ്ക്കാൻ കഴിയും. ഇതിൽ കാണുന്ന നീല ടാങ്കിൽ വിത്തിട്ട് കഴിഞ്ഞാൽ അത് അതിന് താഴത്തുള്ള പൈപ്പ് കൂടെ വന്ന് നിലത്ത് വീഴും. ആദ്യം ചാലുണ്ടാവും, അതിൽ വിത്ത് വീഴും. അതിന് പുറകെ അത് മൂടാനുള്ള ഒരു റോഡും കൂടെ ഉണ്ട്. ഈ ഒരു സംവിധാനത്തിന്റെ കൂടെ തന്നെ കളനാശിനി തെളിക്കാനുള്ള ഒരു സംവിധാനം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു രീതി ഇപ്പോൾ പരീക്ഷിച്ചു വരുന്നുണ്ട്. ട്രാക്ടറിന്റെ തന്നെ ബാറ്ററി ഉപയോഗിച്ച് സ്പ്രേയിങ് നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പൊടിവിതയിൽ കളശല്യം വളരെ കൂടുതലായിട്ട് കാണാറുള്ളതുകൊണ്ട് കളനാശിനി ഉപയോഗിക്കുന്നത് ഒരു പ്രധാന ഓപ്പറേഷനാണ്. പൊടിവിതയിൽ സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ബ്യൂട്ടാക്ലോർ, ടെട്ലാക്ലോർ, ഓക്സിക്ലോർപെൻ എന്നുള്ള കളനാശിനികൾ ഏതെങ്കിലുമാണ്. ഇത് വിതച്ച ഒരാഴ്ചക്കകം അല്ലെങ്കിൽ 5-6 ദിവസത്തിനകം തന്നെ തെളിക്കണം നിർബന്ധമായിട്ട്. കാരണം ഇത് മുളച്ചു വരുന്ന കളകളെയാണ് നശിപ്പിക്കുന്നത്. മുളയ്ക്കുന്ന പ്രോസസ്സിൻ്റെ അതിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇത് തളിക്കുന്ന സമയത്ത് വിത്ത് മുളയ്ക്കാനുള്ള നനവ് മണ്ണിലുണ്ടാവും കൂടെ വേണം. എന്നാലേ ഇതിന് ഈ തളിക്കുന്ന ഇഫക്റ്റീവ് ആവുള്ളൂ. അതിവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ മണ്ണിൽ തളിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നോസിൽ പലതരത്തിലുള്ള നോസിലുകളുണ്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഫ്ലഡ് ജെറ്റ് നോസിലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നോസിലുകളുടെ കാര്യം പറയുമ്പോൾ ഫ്ലാറ്റ് ഫാൻ അല്ലെങ്കിൽ ഹോളോകോൺ അല്ലെങ്കിൽ കോൺ നോസിലുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള നോസിലുണ്ട്. അതിൽ ഫ്ലഡ് ജെറ്റ് നോസിലൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി പരന്ന ഒരു ഷീറ്റായിട്ട് വീഴുന്ന രീതിയിൽ ഫ്ലഡ് ജെറ്റ് നോസിലാണ് ഈ കളനാശിനികൾ തളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ പൊടിവിതയിലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മണ്ണിൽ നിന്നും വളം ചേർക്കാൻ കഴിയും. നമ്മൾ സാധാരണ നടിയിലാണെങ്കിൽ പച്ചിലവളം ചേർക്കും. പൊടിവിതയിലാകുമ്പോൾ അത് നടക്കില്ല. അപ്പൊ അതിന് പകരമായിട്ട് നെല്ലിന്റെ കൂടെ തന്നെ പയർ കൂടെ ചേർത്ത് വിതയ്ക്കുന്ന രീതി പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. ഇത് പലയിടത്തും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഈ പയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ പയർ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ ഒരു 1-1.5 മാസം വളർച്ച അതിന് കിട്ടും. അത് കഴിഞ്ഞ് മഴ പെയ്തു തുടങ്ങും. ജൂൺ 1-ന് ശേഷം മഴ പെയ്തു തുടങ്ങുമ്പോൾ വെള്ളം നിന്ന് കഴിയുമ്പോൾ ഈ ചെടികൾ ചീഞ്ഞ് മണ്ണിൽ വളമായിട്ട് ചേരും. ഇനി അഥവാ മഴ കിട്ടാൻ വൈകുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഒന്നുകിൽ ഒരു കളനാശിനി ഉപയോഗിച്ച്, അതായത് 240 എന്നുള്ള കളനാശിനി ആകുമ്പോൾ നെല്ലിന് കേടുവരില്ല, ഈ പയർ മാത്രം ചീഞ്ഞു പോയിക്കോളും. അതല്ലെങ്കിൽ പിന്നെ വള്ളി വരാത്ത രീതിയിലുള്ള വിത്തുകൾ ഉപയോഗിക്കണം. അത്തരത്തിലുള്ള വിത്തുകളുണ്ട്, പയർ വിത്തുകളുണ്ട്. അത് വള്ളിയാവില്ല, കുറ്റിച്ചെടിയായിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം നിന്നാലും നമുക്ക് അതിൽ പ്രശ്നം വരുന്നില്ല. ഇത്തരത്തിൽ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് പയറും നെല്ലും കൂടെ വിതയ്ക്കുന്ന രീതിയും കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്ന. ഇങ്ങനെയാണ് അത് വെള്ളം നിൽക്കുമ്പോൾ പയർ ചെടി ചീഞ്ഞു. ചിലപ്പോൾ അതിനു മുമ്പ് നമുക്ക് കായ്ച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ പൊടിവിതയെല്ലാം പറിച്ചു നടിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള സ്ഥലത്ത് നമ്മൾ പച്ചില വളർത്തുന്നുള്ള ചെടികൾ വിത്തുകൾ ഇപ്പോൾ ഇടണം. അതിനുള്ള സമയമാണ് ഇപ്പോൾ. സാധാരണ നമ്മൾ ഡെയിഞ്ചാണ് ഉപയോഗിക്കുക. ഏതാണ്ട് ഒരു 40-45 ദിവസം കഴിയുമ്പോൾ ഡെയിഞ്ച് നമ്മൾ ഉഴുത് മണ്ണിൽ ചേർക്കുകയും ചെയ്യും. ഇങ്ങനെ ചേർക്കാനും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് റോട്ടവേറ്റർ ഉപയോഗിക്കാം. റോട്ടവേറ്റർ അതുപോലെ ഈ ഒരു പഡ്ലിങ് അല്ലെങ്കിൽ ചെളി കലക്കാൻ വേണ്ടിയിട്ട് ഒരു ചെളി കലക്കി അല്ലെങ്കിൽ KU പഡ്ലർ കാർഷിക സർവകലാശാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും എഫിഷ്യൻസി കൂട്ടാൻ നല്ലതാണ്. ഇതാണ് KU പഡ്ലർ എന്ന് പറയുന്നത്. ചെളിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഫ്യൂവൽ സേവിങ്, സമയം സേവ് ചെയ്യാനുള്ള സംവിധാനമായിട്ട് നമുക്കിത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പച്ചിലവള ചെടികളെ മുറിച്ച് മണ്ണിൽ ചേർക്കാൻ വളരെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഞാറ്റടി ഇടുന്ന സമയമാണ്. നടയിലാണെങ്കിൽ ഞാറ്റടിക്കുള്ള സമയമായി വരുന്നു. ഞാറ്റടി ഉണ്ടാക്കുന്നത് പൊടിഞ്ഞാറായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെളിയിലും ചെയ്യാം. പൊടിഞ്ഞാറായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ തുടങ്ങണം അതിനുള്ള പ്രവർത്തനങ്ങൾ. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ലാൻഡ് പ്രിപ്പയർ ചെയ്ത് പറ്റുമെങ്കിൽ അതിൽ ചാണകപ്പൊടി കൂടെ ചേർക്കും, ഇല്ലെങ്കിൽ ഞാറ് നന്നാവില്ല. അതാണ് അതിലൊരു ബുദ്ധിമുട്ട് വരുന്നത്. ഒരു
10-15 സെന്റിമീറ്റർ വരെയുള്ള ബെഡുകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. 1.5 മീറ്റർ വീതിയിൽ അതിലും വിത്തിടുന്നു, എന്നിട്ട് നനച്ച് മുളപ്പിക്കുന്നു. ഇതില് നെല്ലിൽ നമ്മൾ ഇപ്പൊ സാർവത്രികമായിട്ട് കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ മേഖലകളിലും സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. നമ്മൾ കേരളത്തിൽ ആകമാനം ഒരു പഠനം നടത്തിയതിൽ ബോറോൺ, സിങ്ക്, കോപ്പർ, അയൺ ഇങ്ങനെയുള്ള സൂക്ഷ്മ മൂലകങ്ങൾ പല മേഖലകളിലും കാര്യമായിട്ട് കുറവായിട്ട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ബോറോണും സിങ്കും. ഈ സൂക്ഷ്മ മൂലകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വളം ഇട്ടാൽ പോലും നമ്മൾ ഉദ്ദേശിച്ച ഒരു വിളവ് കിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് നെല്ലിന് വേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള ഒരു വളക്കൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നഴ്സറിയിൽ തന്നെ തെളിച്ചു കൊടുക്കുകയാണ്, ഞാറ്റടിയിൽ തന്നെ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതില് ഈ സമ്പൂർണ്ണ KU സമ്പൂർണ്ണ നെല്ല് എന്നുള്ള ഒരു സൂക്ഷ്മ മൂലക വളക്കൂട്ട് അത് നഴ്സറിയിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാനാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ഫീൽഡിൽ നട്ടതിന് ശേഷം വീണ്ടും 30 ദിവസം പ്രായമായി കഴിയുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലക്കി തളിക്കാം. ഒരു തവണ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുമാണെങ്കിൽ 50 ദിവസം കഴിയും. ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. സാധാരണ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ഒരു മാസം പ്രായമുള്ള ഞാറാണ്. പൊടിവിതയിൽ പൊടിയിലാണ് ഞാറുണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഇത് കുറച്ച് മൂപ്പ് കൂടിയാലും വലിയ പ്രശ്നമില്ല, നമുക്ക് നടാൻ ഉപയോഗിക്കാം. ഇതാണ് KU സമ്പൂർണ്ണ എന്നുള്ള ഇതിന്റെ കോമ്പസിഷൻ, അതിന്റെ ഉപയോഗിക്കുന്ന രീതികൾ. ഇനി മറ്റുള്ള വിളകളെ പറ്റി നോക്കുകയാണെങ്കിൽ നെല്ലിൽ തന്നെ നടിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ വേറൊരു രീതിയിലൂടെ പരീക്ഷിച്ചിട്ടുണ്ട്. പെയ്ഡ് റോ എന്ന് പറയും. അതായത് സാധാരണ നമ്മൾ ഒരു 10-15-20 സെന്റിമീറ്ററാണ് അകലം കൊടുക്കാറുള്ളത് നടുമ്പോഴും. പെയ്ഡ് റോ എന്ന് പറയുന്നതിൽ 2 റോ തമ്മിൽ 15 സെന്റിമീറ്റർ, ഒരു പെയർ ഒരു 2 വരി കഴിഞ്ഞാൽ ഒരു 35 ഒരടിയിൽ കൂടുതൽ 35 സെന്റിമീറ്ററും ഗ്യാപ്പ് ഇടും. അപ്പോൾ ഒരു SRI എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. SRIയുടെ പ്രയോജനം കിട്ടും, നുരി കിടക്കും. അപ്പം വിളവിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന്, അതായത് വളടുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ പ്രയോഗിക്കേണ്ട ആവശ്യം വരുമ്പോഴെല്ലാം വളരെ സൗകര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ നടുന്ന സമയത്ത് ചെറിയ എന്താ പറയുക, കൂലിച്ചെലവിൽ ചെറിയ വ്യത്യാസം വരാം, പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വിളവിൽ വ്യത്യാസം വരും. മറ്റുള്ള വിളകൾ നോക്കുകയാണെങ്കിൽ ഇഞ്ചി, മഞ്ഞളിതൊക്കെ സാധാരണ നടുന്ന ഒരു സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. 1-2 മഴ കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നടാം. ഇപ്പൊ പുതിയൊരു രീതി എന്ന് പറയുന്നത് റോട്ടറി തൈകൾ ഉണ്ടാക്കിയിട്ട് നടുന്ന രീതിയാണ്. അത് മഴ കിട്ടിയിട്ട് ചെയ്താലും മതി. ഇപ്പൊ നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ ഇപ്പോൾ വളരെ കൂടുതൽ കൃഷി ചെയ്യുന്ന ആളുകൾക്കല്ല, കുറച്ച് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഈ രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് വിത്ത് കിഴങ്ങ് വളരെ ചെറുത് മതി. സാധാരണ രീതിയിൽ ഇപ്പൊ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ ഒരു 1.5 ടൺ വിത്തൊക്കെ വേണം സാധാരണ ഒരു ഹെക്ടർ നടണമെങ്കിൽ. ഇതിൽ അതിന്റെ 1/3 മതി. ഇത് ചെറിയ പ്രോട്ടറേകളിൽ കോട്ടൺ ഈസ്റ്റർ നിറച്ച് അതിൽ ചെറിയ കഷ്ണങ്ങൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. മുളച്ച് ഒരു മാസമൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് മാറ്റി നടുന്നു. ഇഞ്ചിയിലും മഞ്ഞളിലും ഈ രീതിയിൽ നമ്മൾ ചെയ്യാം. നമ്മുടെ കോഴിക്കോടുള്ള സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം നിങ്ങൾ റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് അത് ഉണ്ടാക്കുന്നത്. അവരുടെ റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തെങ്ങ്, ഓണത്തിന് വേണ്ടി ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ള വാഴ, ഇതിനൊക്കെ വേനൽക്കാലത്ത് ചെയ്യേണ്ട പരിചരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നനയ്ക്കുന്നത്, പ്രയോഗമാണെങ്കിൽ ഇതെല്ലാം തുടരണം. ഇതിലെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ രീതികൾ നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെ വെള്ളം സേവ് ചെയ്യുന്ന ടെക്നോളജിയാണ്. വേണമെങ്കിൽ വെള്ളം കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ രീതിയിലുള്ള മെയിൻ്റനൻസ് അതിന് വേണ്ടി കൊടുക്കണം. പെട്ടെന്ന് മഴ കിട്ടുമ്പോൾ സാധാരണ വാഴയ്ക്ക് വരുന്നൊരു പ്രശ്നം വെള്ളത്തുമ്പ് വരും. അങ്ങനെ വരികയാണെങ്കിൽ അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. പലപ്പോഴും ന്യൂട്രിയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് വലിച്ചെടുത്ത് എല്ലാ തൂമ്പുകളും ഒരുമിച്ച് വരുന്ന ഒരു പ്രശ്നം കൊണ്ട് വരാറുണ്ട്. തൂമ്പ് നീളം കൂടി വെളുത്ത നിറത്തിൽ വന്ന്
ചുരുളഴിയാതെ നിൽക്കുന്ന പ്രശ്നം വരാറുണ്ട്. പലപ്പോഴും കാൽഷ്യത്തിൻ്റെയോ അല്ലെങ്കിൽ കോപ്പറിൻ്റെയോ ഒക്കെ ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ അത് വരാറുണ്ട്. ഇതിനും ഒരു സൂക്ഷ്മമൂല വളങ്ങളുള്ള ഒരു കൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വാഴയ്ക്ക് വേണ്ടിയുള്ള സമ്പൂർണ്ണം. ഇത് ഒരു 10 ഗ്രാം 1 ലിറ്റർ എന്നുള്ള തോതിൽ കലക്കി തെളിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കാരണം വാഴയിൽ നീളം കൂടി അതുപോലെ വെളുത്ത് വരുന്നത് വാഴയിലേക്ക് ഉപയോഗിക്കാവുന്ന മൾട്ടിമിക്സാണ്. ഇതുപോലെ തന്നെ പച്ചക്കറിക്കും ഒരു സൂക്ഷ്മമൂല കൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുരുമുളക്, കമുക് അങ്ങനെയുള്ള വിളകൾ പുതിയതായിട്ട് നടാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ തുടങ്ങണം. തൈകൾ സംഘടിപ്പിക്കണം, അതുപോലെ അതിനുള്ള ലാൻഡ് പ്രിപ്പറേഷൻ ഇതെല്ലാം തുടങ്ങണം. കുരുമുളക് തൈകൾ ഉണ്ടാക്കുന്നത് വേനൽക്കാലത്താണ് ശരി. അതായത് ഹാർവെസ്റ്റ് കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് താഴെയുള്ള കണ്ണിത്തലകൾ എടുക്കുന്നു. ഇനി അത് കൂടാതെ ടോപ്പ് ഷൂട്ട് എടുത്തിട്ട് വേര് പിടിപ്പിച്ച് നടുന്ന രീതിയുണ്ട്. അപ്പം ഉയരം കുറഞ്ഞ് കിട്ടും. നമ്മൾ ലൈവ് അല്ലാത്ത സ്റ്റാൻഡേർഡിൽ, അതായത് ഇപ്പം മണ്ണിന്റെ കുഴലുകളോ അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ കാലുകളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാകുമ്പോൾ മരത്തിന്റെ ഡെഡ് വുഡ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ചതലിന്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഉയരം കുറഞ്ഞ രീതിയിൽ അതിനെ വളർത്താം. ഒരു തോട്ടം അടിസ്ഥാനത്തിൽ നനച്ച് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ വളരെ ഇൻറ്റൻസീവായിട്ട് നടന്ന സ്ഥലത്തെല്ലാം ചെയ്യുന്നതാണ്. അത്തരത്തിൽ വേര് പിടിപ്പിച്ച തൈകൾ ഉണ്ടാക്കി തയ്യാറാക്കി വെക്കണം. കമുകിൻ്റെയൊക്കെ തൈ നമ്മൾ വിത്ത് നേരത്തെ പാകി തയ്യാക്കി വെച്ചിട്ടുണ്ടാവും. കശുമാവിൽ ഗ്രാഫ്റ്റാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പച്ചക്കറികളുടെ കാര്യത്തിൽ ഓൾറെഡി വേനൽക്കാലത്ത് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുള്ളതിൽ അതിൻ്റെ വിളവെടുപ്പ് അതുപോലെ നനയ്ക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് തുടരുകയാണ്. പുതിയ മഴ കിട്ടിക്കഴിയുമ്പോൾ, വിഷു കഴിയുമ്പോൾ നമ്മൾ തുടങ്ങുന്ന കൃഷിക്ക് അതിനുള്ള തൈകൾ തയ്യാറാക്കുന്ന ഇപ്പോൾ പ്രോട്ടറൈകളിൽ ഉണ്ടാക്കുന്ന ഒരു സാർവത്രികമായിട്ടുള്ള വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഈ പ്രോട്ടറൈകളിൽ നമ്മൾ ഫർട്ടിലൈസർ ഉണ്ടാക്കുന്നതിൽ മണ്ണുണ്ടാവും, കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണൊരു കമ്പോസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ചകിരിച്ചോറ്, ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം വേരോടാനുള്ള സൗകര്യം അതുപോലെ തയ്യായി നിന്ന് മാറ്റിയെടുക്കാനുള്ള എളുപ്പം ഇതെല്ലാം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നനയ്ക്കുന്നത് കൂടി പോകാതിരിക്കാൻ തുടക്കത്തിൽ ഈ ട്രൈകൾ വിത്ത് മുളയ്ക്കുന്ന വരെ ഒന്നും ഒരു കുളത്തിന് ചുറ്റുകൊണ്ട് മൂടി വയ്ക്കുന്നത് നല്ലതാണ്. ജലാംശം കൂടുതൽ ആവുന്ന രീതിയിൽ വരരുത്, അങ്ങനെ ആവുമ്പോൾ ചീച്ചിൽ വരും. പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് കുറച്ച് ഹൈടെക് കൃഷിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹൈടെക് കൃഷി എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയാം. മൾച്ച് ചെയ്യുന്നു, പ്ലാസ്റ്റിക് മൾച്ചുകൾ ഉപയോഗിക്കുന്നു, ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നു, അതുപോലെ ഫെർട്ടിഗേഷൻ കൊടുക്കുന്നു. വെള്ളത്തിൽ കൂടെ തന്നെ, നനയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ വളം കൂടെ കൊടുക്കുന്നു. വെള്ളത്തിൽ അലിയുന്ന തരത്തിലുള്ള വളങ്ങളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് മിക്കവാറും പ്രധാനപ്പെട്ട പച്ചക്കറി കൃഷി ചെയ്യുന്ന മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കുന്നുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷനും ഫെർട്ടിഗേഷനും എല്ലാം അത്തരത്തിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വിളവ് കൂട്ടാനും അതുപോലെ കൂടുതൽ ലാഭകരമാക്കാനുള്ള ശ്രമം ഈ മേഖലയിലുണ്ട്. പച്ചക്കറി ഈ വിഷു കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി പലതും ചിലവാക്കാൻ പറ്റാതെ ആളുകൾ ബുദ്ധിമുട്ടി, കർഷകർ ബുദ്ധിമുട്ടി, പ്രത്യേകിച്ചും വടക്കഞ്ചേരി കിഴക്കഞ്ചേരി മേഖലകളിലെല്ലാം. ഇതിൽ തൈകൾ ഉണ്ടാക്കുന്നത് അതിനുള്ള പ്രവർത്തനം ഇപ്പോൾ തുടങ്ങണം. പ്രോട്ടറയിൽ തൈകൾ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരേ യൂണിഫോം ആയിട്ടുള്ള ഒരു ക്രോപ്പ് സ്റ്റാൻഡ് കിട്ടും, അതുപോലെ നല്ല വളർച്ചയുണ്ടാവും. ഇത് മാറ്റി നടുമ്പോൾ ഒരു ഷോക്കും ഇല്ലാതെ പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ വളർച്ച നമുക്ക് ലഭിക്കാൻ കഴിയും. നേരെമറിച്ച് വലിച്ചെടുക്കുന്നത്, മണ്ണിലിട്ടിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് ഉണ്ടാവും. അത് ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഈ പ്രോട്ടർ തൈകൾ ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ പല തരത്തിലുള്ള പച്ചക്കറികളുടെയും തൈകൾ ഇങ്ങനെ ഉണ്ടാക്കാം. ഇപ്പൊ തന്നെ മാർക്കറ്റിലുണ്ട് പ്രൈവറ്റ് നഴ്സറികളും അതുപോലെ സർക്കാർ ജില്ല കീഴിലുള്ള നഴ്സറികളും ഇത്തരത്തിലുള്ള തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. മഴ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് നേരിട്ട് പ്ലാന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിത്തിടുകയോ ചെയ്യാം. വെണ്ട, പയർ ഇതൊക്കെ സാധാരണ വിത്തിടലാണ് ചെയ്യുന്നത്. അതും തൈ ഉണ്ടാക്കി ചെയ്യുന്ന രീതിയിലും ഉണ്ട്. പിന്നെ സാധാരണ നമ്മൾ വാങ്ങാൻ കിട്ടാത്ത കുറെ പച്ചക്കറികളുണ്ട്. നിത്യവഴുതന ഫോർ എക്സാമ്പിൾ, വാളമര ചില സമയത്ത് ഉണ്ടാവാറുണ്ട്, ചതുരപ്പയർ.
സാമ്പാർ ചീര, ചെക്കുർമനീസ്, ചായമൻസ, സൗദച്ചീര, അകത്തി, തഴുതാമ, മണത്തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇതിൽ ചില സാധനങ്ങൾ ചില സമയത്ത് ചില മാർക്കറ്റുകളിൽ കിട്ടും എന്നുള്ളതല്ലാതെ സാർവത്രികമായിട്ടൊന്നും കിട്ടില്ല. പക്ഷെ നല്ല വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മല്ലി, പുതിന ഇതൊക്കെ വിഷാംശം വളരെ കൂടുതലുണ്ടെന്ന് നമ്മൾ പറയാറുള്ളതാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ തയ്യാറെടുക്കേണ്ട സമയമാണ്. ഇത് ഇത്തരത്തിലുള്ള ഇപ്പൊ കൊത്തമര നമ്മൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഇത് കമേഴ്ഷ്യൽ കൃഷിയുള്ളത് ഗുജറാത്തിലൊക്കെയാണ്. അവിടെ അവർ അതിൽ നിന്നുള്ള ഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കറി ഇനങ്ങളുണ്ട്, കുറച്ച് ഫൈബർ കുറഞ്ഞിട്ടുള്ള നീളം കൂടിയിട്ടുള്ള കായകളുള്ളത്. അതാണ് തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്, കൃഷി വകുപ്പിന്റെ സർക്കാരിന്റെ എല്ലാം മുദ്രാവാക്യം എന്ന് പറയുന്നത് എല്ലാവരും കൃഷിക്കാരാവണം, എല്ലായിടത്തും കൃഷി ഉണ്ടാവണം. കാരണം അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ സമയത്തും ഒരു വിപണിയെ ആശ്രയിച്ച് പണം ഉണ്ടെങ്കിലും ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാം അങ്ങനെ പോവുകയാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൃഷിക്കാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പൊ ലോകമേ ഒരു വിപണി എന്നുള്ള നിലയ്ക്ക്, അതായത് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഒരു ഉൽപ്പന്നത്തിന് എന്തെങ്കിലും വിലയിട് വന്നാൽ അത് നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുള്ള രീതിയിൽ മാറി. ഇപ്പൊ എല്ലാം ബൗണ്ടറികൾ കൂടാണ്. ഇപ്പൊ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബൗണ്ടറികൾ അടച്ചു, സംസ്ഥാനങ്ങൾ തമ്മിൽ അടച്ചു, ജില്ലകൾ തമ്മിൽ പോലും അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. അപ്പോൾ ഈ കൃഷി എല്ലാവരും ഏറ്റെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വീട്ടിലിരിപ്പ് കാലത്ത് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഇടകൃഷിയാവാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയാവാം, അത് കുറച്ചും കൂടെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ കിട്ടുന്ന പലതരത്തിലുള്ള അടുക്കള മാലിന്യങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കാനും അത് കൃഷിക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. ഇങ്ങനെ വരുമ്പോൾ രണ്ട് പ്രയോജനമുണ്ട്. ഒന്ന്, മാലിന്യം കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്, മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത്. അത് ഒഴിവായി കിട്ടും, നമുക്ക് കൃഷി ചെയ്യാനുള്ള വളങ്ങളും കിട്ടും. പല രീതികളുണ്ട് ഇതിന്. പൈപ്പ് കമ്പോസ്റ്റ് ചെയ്യാം, മണ്ണിര കമ്പോസ്റ്റ് ചെയ്യാം. അതിനും KU ബയോബിൻ കമ്പോസ്റ്റ്, സ്മാർട്ട് ബയോബിൻ പറഞ്ഞിട്ട് സംവിധാനമുണ്ട്. ആ രീതിയിൽ ഉപയോഗിക്കാം. ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്ന അനൈറോബിക് കമ്പോസ്റ്റിംഗ് രീതിയുണ്ട്, അതുപോലെ എയറോബിക് കമ്പോസ്റ്റിംഗ് രീതികളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് കമ്മ്യൂണിറ്റി, പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലും അത്തരം ടെക്നോളജികൾ ഉപയോഗിക്കാം. ഒരു സുരക്ഷിത ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള നിലയ്ക്ക് സേഫായിട്ടുള്ള കീടനിയന്ത്രണം അല്ലെങ്കിൽ രോഗനിയന്ത്രണം സാധിക്കാനുള്ള രീതിയിൽ അതിനു പറ്റിയ ജൈവ ഉപാധികൾ അല്ലെങ്കിൽ ചെടികളിൽ നിന്നെടുക്കുന്ന പലതരം എക്സ്ട്രാക്ട് ഉപയോഗിച്ചിട്ടുള്ള നിയന്ത്രണ രീതികളും നമ്മൾ ശീലിക്കണം. നമ്മുടെയൊക്കെ പുരയിടങ്ങളിൽ സാധാരണയായിട്ടുള്ളതാണ് മുരിങ്ങ, കറിവേപ്പ്, നാരകം, കടപ്ലാവ്, പ്ലാവ്, പപ്പായ, ചാമ്പ, സീതപ്പഴം, ഇതൊക്കെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഗാർഡനിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഉള്ള ആളുകൾക്ക് അതിലൂടെയും നമ്മുടെ സമയം ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ഇത് പൈപ്പ് കമ്പോസ്റ്റിന്റെ രീതിയാണ്. പൈപ്പ് കമ്പോസ്റ്റിൽ സാധാരണ ആളുകൾ പറയാറുള്ള ഒരു കംപ്ലൈന്റ് ഇതിനകത്ത് പുഴു വരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ വേസ്റ്റ് ആയിട്ട് കൊണ്ടിടുമ്പോൾ അതിൽ മോയ്സ്ചറിന്റെ അംശം ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. മോയ്സ്ചറിന്റെ അംശം കൂടുകയാണെങ്കിൽ, ജലാംശം കൂടുകയാണെങ്കിലാണ് ഈ ഈച്ച വന്നതിൽ മുട്ടയിടുന്നതും അതിൽ പെറ്റുപെരുക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് എക്സസ് ഉള്ള കൂടുതലായിട്ടുള്ള വെള്ളം അതിന് നീക്കി അതിന് ശേഷം വേസ്റ്റ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരുവിധമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഈ KU ബിൻ, സ്മാർട്ട് ബിൻ എന്ന് പറയുന്നത് എയറോബിക് കമ്പോസ്റ്റിംഗ് രീതിയാണ്. ഈ ഭാഗത്ത് കാണുന്ന ക്യാബിനുകൾ അതാണ്. അതിൽ 2 ലെയറാണ്. 2 ലെയറിനിടയ്ക്ക് കരിയില ഇട്ടിട്ട് ഒരു ലെയർ ഉണ്ട്. അപ്പം കുറച്ച് ജലാംശം കൂടുതലാണെങ്കിൽ പോലും ജലാംശം ഈ കരിയിലേക്ക് അബ്സോർബ് ചെയ്യും. അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ കമ്പോസ്റ്റിംഗ് കുറച്ചുകൂടെ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയൽ കൾച്ചർ കൂടെ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഏതാണ്ട് ഒരു 3 മാസം ആകുമ്പോഴേക്കും നമുക്ക് കമ്പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ.
ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കമ്പോസ്റ്റ് ആയിട്ടുള്ളത് അടിയിൽ നിന്ന് നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാതെ തന്നെ കമ്പോസ്റ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കാനും അത് നമ്മളുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇപ്പൊ മഴക്കാലം വരാൻ പോവുകയാണ്. കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുമ്പത്തെ വർഷവും നമ്മൾ രൂക്ഷമായ വെള്ളപ്പൊക്കം അനുഭവിച്ച ആളുകളാണ്. കൃഷിയെ ബാധിച്ചു, നമ്മുടെ ആളുകളുടെ ജീവന് പ്രശ്നമുണ്ടായി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടു. ഇനിയിപ്പോൾ ഈ കൊറോണയുടെ കഴിയുമ്പോഴേക്ക് മഴക്കാലം വീണ്ടും വരുന്നു. മഴക്കാലത്ത് വരാവുന്ന മറ്റസുഖങ്ങളുണ്ട്, അതും വരും. കോവിഡ് ഒഴിവാകുമ്പോഴേക്ക് ആ ദുരന്തങ്ങളുടെ നേരിടാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതിൽ ഈ കോവിഡ് കാലത്തുള്ള ലോക്ക്ഡൗൺ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിലുള്ള ദൂഷ്യങ്ങളെല്ലാം പുറത്തു വരേണ്ടായി. പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇതിൽ കൂടാൻ നമ്മോട് പറഞ്ഞു. പൊതുസ്ഥലത്ത് തുപ്പരുത്, അത് ശിക്ഷാർഹമാണ്, പലയിടത്തും നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, അത്യാവശ്യമില്ലെങ്കിൽ ആശുപത്രികളിൽ പോകരുത്, അനാവശ്യമായി ആശുപത്രികളിലെ രോഗികളെ സന്ദർശിക്കാൻ പോകരുത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾ അസുഖമായിട്ട് കടന്നു കഴിഞ്ഞാൽ ഉടനെ ബാക്കി എല്ലാവരും കൊണ്ട് അവരെ കാണാൻ പോകുന്ന ഒരു രീതിയുണ്ട്. വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടു. ആരോഗ്യ പ്രവർത്തകരെ ഉപദ്രവിക്കുക, തെറ്റായിട്ടുള്ള മെസ്സേജസ്, കൊറോണയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടോ തെറ്റായിട്ടുള്ള മെസ്സേജസ് പ്രചരിപ്പിക്കുക. ഇതിലൊക്കെ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടാവാം. അതെല്ലാം നിർത്തേണ്ട സമയമായി. അതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് കാര്യമായ പരിഗണന നൽകാതിരിക്കുക, പണം ദൂർത്തടിക്കുക, പണം ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചിലവാക്കുക. ഇങ്ങനെയുള്ള കുറെ ദുസ്വഭാവങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ട്. അതിൽ കുറെ മാറ്റങ്ങൾ ഇനിയെങ്കിലും വരണം. വന്നിട്ടുണ്ട്. ആ വന്ന മാറ്റങ്ങൾ നിലനിർത്താനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാവണം. അതുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കോവിഡ് ഉടനെ തന്നെ അതൊന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് നൽകിയിട്ടുള്ള പാഠങ്ങൾ നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷയോട് കൂടി തന്നെ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. ഇത്രയും സമയം എനിക്ക് നൽകിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. നമസ്കാരം. നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ വായിച്ചു തരട്ടെ. ഓക്കെ. നമ്മുടെ യുവതലമുറയെ അഗ്രികൾച്ചറിലേക്ക് അട്രാക്ട് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് വിഷ്ണു ചോദിച്ചിരിക്കുന്നത്. ഇതില് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടെക്നോളജി ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വേൾഡ് മാർക്കറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഔട്ട്ലുക്ക്. അങ്ങനെ വന്നപ്പോൾ ഒരു യൂസ് ഓഫ് ഐ ടിയുടെ യൂസ്, യന്ത്രങ്ങളുടെ യൂസ്, ഓട്ടോമേഷന്റെ സാധ്യതകൾ, ഇതെല്ലാം വളരെ കൂടുതലായിട്ട് വരികയാണ്. അപ്പൊ അത് കുറച്ചും കൂടെ പുതുതലമുറയ്ക്ക് താല്പര്യമുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിലെല്ലാം ഡ്രോൺ ഉപയോഗിച്ചിട്ട് സ്പ്രേയിങ് നടത്തുന്നതും, അത് പെസ്റ്റിസൈഡ് ആവാം അല്ലെങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷൻസ് ആവാം, ആ രീതികളെല്ലാം നെൽവയലിൽ പരീക്ഷിക്കുകയുണ്ടായി. ഇത്തരത്തില് ഹൈടെക് കൃഷിയിൽ പോളി ഹൗസ് കൃഷി ആയാലും അല്ലെങ്കിൽ മൾട്ടി ലെയർ വെർട്ടിക്കൽ ഫാമിംഗ് ആയാലും ഇതിലെല്ലാം ടെക്നോളജി ഇന്റൻസീവ് ആയിട്ടുള്ള കൃഷി രീതികളാണ്. ഈ മേഖലയിൽ ചെറുപ്പക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം പലരും അതിൽ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് അവരെ സഹായിക്കാനുള്ള ഒരു ടെക്നോളജി പ്രൊമോഷൻ പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ യങ്സ്റ്റേഴ്സിലേക്ക് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തതായിട്ട് വലിയ തോതിൽ മത്സരമില്ലാത്ത കൃഷി അനുബന്ധ വ്യവസായങ്ങളുടെ സാധ്യത എന്തെല്ലാമാണ് കേരളത്തിൽ? കേരളത്തിലെ വ്യവസായങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത് സ്പൈസസ്, നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് സ്പൈസസ് ആണ്. അതുപോലെ ഫ്രൂട്ടിന്റെ പ്രോസസ്സിങ്, ഇതൊക്കെ ഗ്രീൻ എന്താ പറയുക എവർഗ്രീൻ ഏരിയാസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഫ്രൂട്ട് പ്രോസസ്സിങ്, ഇപ്പൊ ചക്ക ഫോർ എക്സാമ്പിൾ, ചക്കയുടെ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ചക്ക യൂസ് ചെയ്യുന്നത് വളരെ പ്രാധാന്യം, അടുത്ത കാലത്ത് വളരെ ഒരു അറ്റൻഷൻ കിട്ടിയ ഒരു മേഖലയാണ്. അപ്പൊ അത്തരത്തില് അത് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും കൂടുതൽ ചക്ക ഉണ്ടാവുന്നത് വേറെ എവിടെ ഇല്ല. കേരളത്തിലാണ് കൂടുതൽ ചക്ക ഉണ്ടാവുന്നത്. അത് പലതും വേസ്റ്റായിട്ട്, നല്ലൊരു ഭാഗം വേസ്റ്റായിട്ട് പോകുമായിരുന്നു ഇതുവരെ. ഇപ്പൊ അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ചക്കയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി അത് ഉപയോഗിക്കാനുള്ള
രീതികൾ നമ്മൾ കണ്ടെത്തി. അത് പിന്നെ എക്സ്പോർട്ടിനടക്കം ഉപയോഗിക്കുന്ന രീതികളുണ്ട്. അപ്പൊ ഇങ്ങനെ സെലക്ട് ആയിട്ടുള്ള മേഖലകൾ എടുത്ത് അതിൽ നമുക്ക് മുന്നേറാനുള്ള സാധ്യതകൾ ധാരാളമായിട്ടുണ്ട്. ഓക്കെ സർ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് which is the effective method for public distribution of saplings as a collective effort? അപ്പൊ നമ്മൾ ഒരുമിച്ച് കുറച്ച് സാപ്ലിങ്സ് നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ അവരെ പഞ്ചായത്തിനെയാണോ അതോ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിനെയാണോ അല്ല വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ബോഡീസിനെയാണോ നമ്മൾ സമീപിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഇതില് ഒരു കമ്മ്യൂണിറ്റി നഴ്സറി എന്നുള്ള കൺസെപ്റ്റ് ചെടികളുടെ കാര്യത്തിലായാലും നെല്ലിന്റെ കാര്യത്തിലായാലും ഏതിലായാലും വനിതാ സംരംഭകര് അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റുകൾ ഇവരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുണ്ട്. അതായത് പലപ്പോഴും ഫ്രൂട്ട് പ്ലാന്റ്സിന്റെയും അതുപോലെ വെജിറ്റബിൾ സീഡ്ലിങ്സിന്റെ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന രീതികൾ വന്നിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ഇത് നടത്താറുണ്ട്. അപ്പം ഈ കൃഷി വകുപ്പായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയാമെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് climate studies say that this year rain rate will be higher than last year. What precautions? കാലാവസ്ഥയുടെ കാര്യത്തില് ഇപ്പൊ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ വേസ് എല്ലാം ഇല്ലാതായി. മിക്കവാറും തോടുകളായാലും പുഴകളായാലും ഇതെല്ലാം നമ്മൾ കയ്യേറിയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ ഇല്ലാതാക്കി. വെള്ളം കെട്ടി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ ഒരു 70കളിൽ നിന്ന് ഉള്ള ഒരു കുറവെന്ന് പറയുന്നത് 70കളിൽ ഏതാണ്ട് 8 ലക്ഷം ഹെക്ടറിലധികം നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 2 ലക്ഷം ഹെക്ടറിൽ താഴെയാണ്. അപ്പൊ വെള്ളം ബഫർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഇല്ലാതെ പോയി. നമ്മൾ നെൽവയലുകളും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പം കാര്യമായിട്ട് മഴ ഇല്ലെങ്കിൽ തന്നെ ഫ്ലഡ് വരുന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. മഴ കൂടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഫ്ലഡ് രൂക്ഷമാവാനാണ് സാധ്യത. നല്ലൊരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ വേസ് എല്ലാം ക്ലീൻ ചെയ്യുക, തോടുകളൊക്കെ കഴിയുന്ന രീതിയിൽ നന്നാക്കി എടുക്കുക, വെള്ളത്തിന് ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക, നെൽവയലുകൾ കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക. ഇപ്പോഴുള്ളതെങ്കിലും നമ്മൾ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മഴയും അതുപോലെ കിണറിലെ വെള്ളത്തിന്റെ അളവും അതെങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്? ഇതില് മഴ പെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, മണ്ണിലേക്ക് റീചാർജ് കിട്ടണം. മണ്ണിലേക്ക് റീചാർജ് കിട്ടണമെങ്കിൽ സമയം റീടൈൻ ചെയ്താലാണ് മണ്ണിലേക്ക് ഇത് ഇറങ്ങുള്ളൂ. ഇപ്പൊ സംഭവിക്കുന്നത് നമ്മള് റോഡിന്റെ സൈഡിലൊക്കെ ചാലുണ്ടാക്കണം നോക്കിയാൽ അറിയാം. റോഡിന്റെ സൈഡിലുള്ള ചാലുകളെല്ലാം കോൺക്രീറ്റ് ചാലുകളാണ്. ഒരു സ്ഥലത്ത് പെയ്യുന്ന വെള്ളം നിമിഷങ്ങൾ കൊണ്ട് എത്രയോ ദൂരത്തേക്ക് മാറി പോവുകയാണ് ചെയ്യുന്നത്. അത് നിലത്തിറങ്ങാനുള്ള സംവിധാനം ഇല്ല. അപ്പൊ അത്തരം ടെക്നോളജികൾ നമ്മളൊന്ന് പുനർചിന്തിക്കേണ്ട ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മണ്ണിലേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം വെള്ളത്തിന് കൊടുക്കണം, അതിനുള്ള സമയം കൊടുക്കണം. മുമ്പ് കാടുകളുണ്ടായിരുന്നു. കാടുകളിലെ ഒരു സ്പോഞ്ചി എഫക്റ്റ് ആണ്. ലീഫ് ലിറ്റർ കിടക്കുന്നതുകൊണ്ട് വെള്ളം പതുക്കെ ഊർന്ന് മണ്ണിലേക്ക് ഇറങ്ങും. അത് പിന്നീട് നമുക്ക് ഉറവായിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പൊ മണ്ണിലേക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഇല്ല. അത് കാരണം റീചാർജുകൾ കുറവാണ്. അപ്പൊ റീചാർജുകൾ ഉണ്ടാവാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കും. നമ്മുടെ പുരയിടങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, മിക്കവാറും എല്ലാ വീടുകളുടെ ചുറ്റും എല്ലാം ടൈൽസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടിട്ടോ വെള്ളത്തിനെ പുറത്തേക്ക് കളയാനാണ് എല്ലാവരും നോക്കുക. അതൊക്കെ ആ രീതിയൊക്കെ മാറി നമ്മുടെ കോമ്പൗണ്ടിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പെയ്യുന്ന വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ഇറങ്ങണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. എങ്കിലേ ഈ പെയ്യുന്ന മഴ നമുക്ക് കൺസർവ് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം കൺസർവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. Question is from Arun Upendra. Could you enlighten us on the edible plants easily available in our backyard? Bring more clarity if the law forward. What are the easily available edible vegetation around our home? ഇപ്പൊ നമ്മള് മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നോക്കിയാൽ തകര, ഫോർ എക്സാമ്പിൾ. തകര ഇപ്പൊ കാണുന്നില്ല, റോഡ് സൈഡിലൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. തകര ആയാലും മുരിങ്ങ ആയാലും ഇതൊക്കെ നമ്മളെ ചുറ്റും നമുക്ക് കാര്യമായ ശ്രദ്ധയില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. മിക്കവാറും പല തരത്തിലുള്ള ഇലക്കറികളും. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത സാമ്പാർ ചീര ആയാലും ബസല്ല ആയാലും, അതായത് ഇന്ത്യൻ സ്പൈനച്ച് എന്ന് പറയും. പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് മണത്തക്കാളി. മണത്തക്കാളി അതൊന്നും പ്രത്യേകിച്ച് എഫർട്ടില്ലാതെ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, ഉണ്ടാക്കാവുന്നതാണ്. ഇത്തരത്തില്
മിക്കവാറും എല്ലാ ചെടികളും തന്നെ നമുക്ക് ആഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ശരിയായിട്ടുള്ള സ്റ്റേജിൽ ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കളയേണ്ടതില്ല, എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഏതൊക്കെയാണ് നമുക്ക് താല്പര്യമുള്ളതെന്നുള്ളത് നമ്മൾ നോക്കി കണ്ടെത്തേണ്ടി വരും. ഒരുപാട് സാധനങ്ങൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് ആൾറെഡി. സർ, അടുത്ത ചോദ്യം, മൻസ അഥവാ ട്രീ സ്പിനാച്ച്. ഇത് വളരെ എളുപ്പം ചെയ്യുന്നുണ്ടോ? ഇത് ഒരു വീട്ടിലൊരു ചെടിയൊക്കെ മതി. കട്ടിങ്സ് വെച്ച് ഉണ്ടാക്കാവുന്നതാണ്, പിടിപ്പിക്കാവുന്നതാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുന്നതാണ്. അതിന്റെ ഇല ഉപയോഗിക്കാം. അത് ഒരു കമേഴ്ഷ്യലായിട്ട് കൃഷിയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഓരോ വീട്ടിലും ഓരോ ചെടിയോ 2 ചെടിയോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ കിട്ടും, മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും. സർ, അടുത്തത് കറിവേപ്പില അല്ലെങ്കിൽ കറി ലീഫ് ചെടി നല്ല പോലെ പന്തലിച്ച് വളരാൻ പറ്റിയ ഏറ്റവും നല്ല വളം ഏതൊക്കെയാണ്? കറിവേപ്പിന് സാധാരണ നമ്മളങ്ങനെ വളം കൊടുക്കലില്ല. പിന്നെ ഈ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിന് വെജിറ്റബിൾ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി അത് കൊടുക്കാം. പലരും പറയുന്നത് പിന്നെ പിണ്ണാക്ക് ഉണ്ട്, കടല പിണ്ണാക്ക്, ഇതൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് നന്നായിട്ട് കിട്ടുമെന്ന് പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യണം. നമ്മൾ ഇല മാത്രം കൊണ്ടെടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല, കൊമ്പ് മുറിക്കുക, അപ്പം പുതിയ ഫ്ലഷ് വന്നുകൊണ്ടിരിക്കും. ഏത് ടൈപ്പ് ഇലകളാണ് നുള്ളേണ്ടത് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞാൽ. ഇലകൾ നുള്ളുന്നതിന് പകരം അതിന്റെ ടിപ്പ് പൊട്ടിച്ചെടുക്കുക, പൊട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ കത്തി വെച്ച് മുറിച്ചെടുക്കുക. അപ്പൊ പുതിയ സ്പ്രോട്ടുകൾ ശരിക്കും വന്നോളും. ഇല മാത്രമായിട്ട് നുള്ളണ്ട. ഇനി ഇതിനെ കുറിച്ച് തന്നെ കൂടുതലായിട്ട് കുറച്ചും കൂടെ നമുക്ക് സംസാരിക്കാമുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സർ. ശരി, ഓക്കെ. നമ്മൾ ഈ പിന്നെ കോവിഡ് നിയന്ത്രണങ്ങൾ വരുമ്പോൾ കൃഷിയിൽ വരുന്ന വേറൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പം അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ കൊയ്ത്ത് നടത്തുന്നു അല്ലെങ്കിൽ മെതി നടത്തുന്നു, ഇതൊക്കെ മാനുവലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ നടിയിൽ നടത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഏത് പ്രവൃത്തിയായാലും ഒരുമിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമായ അകലം പാലിക്കണം, അല്ലെങ്കിൽ ഒരു 1.5 മീറ്ററെങ്കിലും അകലം വെക്കണം എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ സമയം നീണ്ടുപോകും, ചെലവ് കൂടും. ഇപ്പോൾ നേരത്തെ ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു, ഏതൊരു ഇന്ത്യയിലല്ല പുറം രാജ്യത്ത് യന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള ആളുകളെ ഫ്ലൈറ്റിൽ കൊണ്ടുവരേണ്ടി വന്നു. അവരെ കാറിൽ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. കാറിൽ കൊണ്ടുപോകുമ്പോഴും 2 പേരേ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ട്രിപ്പുകൾ നടത്തേണ്ടി വന്നു. ഇതൊക്കെ ചെലവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെലവ് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള വില ഉൽപ്പന്നത്തിന് കിട്ടണം. ആ ഒരു രീതിയിൽ വില കൂടാനുള്ള സാധ്യതകൾ നമ്മൾ മുന്നിൽ കാണും, അതുണ്ടാവും ഭാവിയിൽ. കാരണം ഇപ്പൊ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കൃഷി ചെയ്യുന്നതിന്റെ ഉൽപ്പന്നം മാർക്കറ്റിൽ വന്നു തുടങ്ങും. അപ്പൊ അതിന് ഇന്നത്തെ വിലയ്ക്ക് കിട്ടുന്നു നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. അതിനുള്ള കർഷകന് നഷ്ടമായിട്ട് വരും അങ്ങനെ വരികയാണ്. സർ, ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. വിപണികളിൽ നിന്ന് മേടിക്കുന്ന വിത്തുകൾ ആയുസ് കുറവുള്ളതും ചെടികൾ അധികനാൾ ഫലങ്ങൾ തരാതെ പെട്ടെന്ന് നശിച്ചു പോകുന്നതായും കാണുന്നു. ഇതിനൊരു പ്രതിവിധി നിർദ്ദേശിക്കാമോ? ഒരു വിത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ, ഇപ്പൊ ഈ സീസണിൽ വിത്ത് ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ വന്നത് മാർക്കറ്റ് ചെയ്യുമ്പോഴേക്ക് സാധാരണ രീതിയിൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇതിന്റെ ജെർമിനബിലിറ്റി കുറയും, ഏത് വിത്തായിരുന്നു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. അപ്പൊ ആ ഒരു മാർക്കറ്റിങ്ങിലുള്ള എഫിഷ്യൻസി, അല്ലെങ്കിൽ ഇത് വേണ്ട സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതിന്റെ വികറ് കുറയുന്നതനുസരിച്ച് സൂക്ഷിപ്പുകാലം കൂടുതൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ വിത്തിന്റെ വികറ് കുറയും. വികറ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈൽഡിങ് കപ്പാസിറ്റിയും കുറയും. അപ്പൊ വിത്ത് സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓരോ സീസണിലും ഫ്രഷ് ആയിട്ടുള്ള അത് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. അത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുണ്ട്. പ്രോസസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല നമുക്കുള്ളത്. ഇവിടെ ഹ്യൂമിഡിറ്റി എപ്പോഴും കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കുറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ബാക്കിയെല്ലാം ഹ്യൂമിഡിറ്റി വളരെ കൂടുതലുള്ള അന്തരീക്ഷമാണ് ഉണ്ടാവുക. ഈ ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും ഇതിന്റെ സ്റ്റോറബിലിറ്റി കുറവാണ്. ഏതുതരം വിത്താണെങ്കിലും, ഏതുതരം ഉൽപ്പന്നമാണെങ്കിലും, വിത്ത് മാത്രമല്ല, വിത്താവുമ്പോൾ അത് ജെർമിനബിലിറ്റി കുറയും, അതുപോലെ സൂക്ഷിപ്പ് കാലം കുറയുകയും ചെയ്യും, വികറും കുറയും. അപ്പോൾ വിത്ത് സൂക്ഷിക്കാനായിട്ട്
ഹ്യൂമിഡിറ്റി കുറഞ്ഞിട്ടുള്ള അന്തരീക്ഷമാണ്, ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ കൂടുതൽ കാലം അത് കേടുകൂടാതിരിക്കും, പ്രശ്നമില്ലാതിരിക്കും. നമ്മുടെ കണ്ടീഷൻ അതിന് പറ്റിയതല്ല. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ വെച്ച് നമ്മളത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനുള്ള സംവിധാനം നോക്കും കൂടെ വേണം. അടുത്തതൊരു ചോദ്യം വന്നിരിക്കുന്നത്, വേർ ക്യാൻ വി കളക്ട് സീഡ്സ് ഫ്രം ഹോം ഗാർഡൻ? ഹോം ഗാർഡൻ അത് ഏതുതരം സീഡാണെന്നുള്ളതനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം. സാധാരണ രീതിയിൽ ഒരു 90% മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ സീഡ് കളക്ട് ചെയ്യാം. പച്ചക്കറിയുടെ വിത്താണെങ്കിൽ അതിൽ നിന്ന് മൂപ്പെത്തിയാൽ മതി. പഴുക്കണമെന്നോ അല്ലെങ്കിൽ ഉണങ്ങണമെന്നോ നിർബന്ധമില്ല. അങ്ങനെ അതുവരെ നിർത്താൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് നിർബന്ധമില്ല. അത് നമ്മൾ പറിച്ചിട്ട് പ്രോസസ് ചെയ്താലും കൂടെ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാവയ്ക്ക പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്തിന് ഉപയോഗിക്കാം. പയർ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് വിത്തിന് ഉപയോഗിക്കാം. ഉണങ്ങാൻ വേണ്ടി നിർത്തേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ആ സ്റ്റേജ് ഓഫ് ഹാർവെസ്റ്റ് വളരെ പ്രധാനമാണ്. അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രോസസ് ചെയ്യാൻ സെൻസ് അത് ഉണക്കലാണ് സാധാരണഗതിയിൽ. മിക്കവാറും പച്ചക്കറി വിത്തുകളെല്ലാം ഉണക്കി നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അത് പ്രോസസ് ശരിയായ രീതിയിൽ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള സമയത്ത് ഉണക്കരുത്. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് എടുത്ത് ഉണക്കുക. പെട്ടെന്ന് ഉണങ്ങി കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിന് പുറന്തോടെ ഉണങ്ങും, അകത്തുണങ്ങില്ല. അങ്ങനെ ജെർമിനേഷന്റെ ഇത് റേറ്റ് കുറയും. നേരെ മറിച്ച് നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ളൊരു രീതിയിൽ ഉണക്കാൻ പറ്റുകയാണെങ്കിൽ, ചെറിയ ചൂടിൽ ഉണക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് ഹെൽത്തി സീഡ്ലിങ്സ് കിട്ടാനായിട്ട് നല്ലതായിരിക്കും. ഓക്കെ സർ. അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഹാഷിം ഫിറോസ്, പപ്പായ മരം ഫംഗസ് കൊണ്ട് നശിച്ചു പോകുന്നു. ഇതൊരു മേഖലയിൽ പൊതുവായി കാണപ്പെടുന്നു. എന്താണ് ഇത് മാറാനുള്ള മാർഗം? ഒരു മേഖലയിൽ കാണുന്നു എന്ന് പറയുന്നത് ഫംഗസ് ആയാലും മീലി ബഗിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവാറുണ്ട്. ഫംഗസ് കൊണ്ട് വരാറുണ്ട്, ഫംഗസിന്റെ പ്രശ്നം വരാറുണ്ട്, ബാക്ടീരിയയുടെ പ്രശ്നം ഉണ്ടാവാറുണ്ട്, ബേസിൽ റോട്ടൊക്കെ വരാറുണ്ട്. ഈ മീലി ബഗ് ആണെങ്കിൽ മീലി ബഗ് വ്യാപകമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് വ്യാപകമായിട്ട് കേരളത്തിൽ ഉണ്ടായതാണ്. മീലി ബഗ് വളരെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വരുന്ന ഒരു പ്രാണിയാണ്. അതിനെ സ്പ്രേ ചെയ്ത് കൺട്രോൾ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഫംഗസ് കൊണ്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് കുമിൾനാശിനികൾ ഉപയോഗിക്കാം. ഇപ്പൊ പപ്പായയുടെ കാര്യത്തില് നനയ്ക്കുന്ന ഇത് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നനയ്ക്കുമ്പോൾ ചെടിയിൽ തട്ടരുത്. ബേസിൽ ഉണ്ടാക്കി നനയ്ക്കുകയാണെങ്കിൽ പോലും മരത്തിൽ തട്ടാത്ത രീതിയിൽ വെള്ളം നനയ്ക്കുക. അപ്പൊ തന്നെ ഈ അസുഖങ്ങൾ വരുന്നത് ഒരുപാട് കുറഞ്ഞു കിട്ടും. അടുത്തത്, തെങ്ങിൽ തേങ്ങ പിടിക്കാതെ കൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് പ്രതിവിധി? തെങ്ങില് നമ്മള് അതിന്റെ പ്രായത്തിനനുസരിച്ചാണ്. തുടക്കത്തില്, അതായത് ഫ്ലവർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കായപിടുത്തം കുറവായിരിക്കും. പിന്നെ വരുന്നത് സാധാരണ രീതിയിൽ പൊട്ടാഷിന്റെ കുറവുണ്ടെങ്കിൽ കായപിടുത്തം കുറയാം. പോളിനേഷൻ നടന്നിട്ടില്ലെങ്കിൽ കുറയാം. പിന്നെ പോളിനേഷൻ, അതായത് മച്ചിങ്ങ പരുവത്തിൽ തന്നെ കൊഴിഞ്ഞു വീഴുകയാണെങ്കിൽ ചിലപ്പോൾ പോളിനേഷൻ നടക്കാത്തതുണ്ടാവാം. അപ്പോൾ പോളിനേഷൻ നടക്കുന്നില്ല എങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇത് കൊടുക്കാൻ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കേസാണ്. സാധാരണ രീതിയിൽ പൊട്ടാഷ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ചാരം അല്ലെങ്കിൽ പൊട്ടാഷ് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കായപിടുത്തം കൂടാറുണ്ട്. പിന്നെ ബോറോൺ കുറവുണ്ടെങ്കിൽ കായ പിടിച്ചാലും അതിനകത്തൊന്നും ഇല്ലാത്ത രീതിയിൽ വരാം. അതായത് മച്ചിങ്ങ എന്താ പറയാ, കാമ്പില്ലാത്ത കായകളായിട്ട് വരാറുണ്ട്. അപ്പം ബോറോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. ഓക്കെ സർ. അടുത്തത് ഷാഹിയാണ് ചോദിച്ചിരിക്കുന്നത്, വീട്ടാവശ്യത്തിനായി മല്ലിയില ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും വിജയിക്കാറില്ല. വിത്ത് മുളയ്ക്കാതിരിക്കുകയോ മുളച്ച തൈകൾ വളരാതിരിക്കുകയോ ചെയ്യാറുണ്ട്. മല്ലിയില കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈവൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം ഫ്രഷ് ആണെങ്കിൽ അത് മുളയ്ക്കും. അത് നമ്മൾ ചെയ്യേണ്ടത്, അത് കുറച്ചുകൂടെ മുളയ്ക്കാൻ എളുപ്പം അതിനെ ഒന്ന് പൊളിച്ചിട്ടിടുന്നതാണ്. അതൊരു തുണിയിൽ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തിയാൽ മതി. അമർത്തുകയോ ഉരുട്ടുകയോ ചെയ്ത് കഴിയുമ്പോൾ 2 പാളിയായിട്ട് കിട്ടും. അത് പാളിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മുളയ്ക്കാറുണ്ട്. പിന്നെ ഇത് നല്ല കമ്പോസ്റ്റും വളങ്ങളും ഇട്ടിട്ടുള്ള മീഡിയത്തിൽ വേണം വളർത്താൻ. കാരണം കുറച്ച് ദിവസമുള്ളൂ, ഏതാണ്ട് ഒരു 5-8 ദിവസം എടുക്കും മുളയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞൊരു 1 മാസമൊക്കെ നമുക്ക് ഗ്രോത്ത് കിട്ടുള്ളൂ. അപ്പം പോളിയർ ഇതിൽ തളിച്ചു കൊടുക്കാൻ പറ്റുന്നത് നല്ലതാണ്. വളം തളിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ല ഗ്രോത്ത് കിട്ടും. അതിനായിട്ട് രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 19-19-19 സൊല്യൂബിൾ കോമ്പിനേഷൻ കിട്ടും. NPK കോമ്പിനേഷൻ ഉള്ളത് കോംപ്ലക്സ് വളം. അത് ഒരു മാക്സിമം 5 ഗ്രാം പെർ ലിറ്ററിൽ കലക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. ഇതല്ലെങ്കിൽ നല്ല
പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കിനെ പുളിപ്പിച്ചിട്ട് അതിന് തെളി നമുക്ക് വളമായിട്ട് ഉപയോഗിച്ചു കൊടുക്കും. ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. മല്ലി ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുളയ്ക്കുന്നതിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചിലപ്പോൾ അത് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ സർ, അടുത്തത് ചോദിച്ചിരിക്കുന്നത് ജയശ്രീയാണ്. വീഡ്സ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാം എന്ന് വായിച്ചിട്ടുണ്ട്. നെൽകൃഷിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഒന്നുകൂടെ പറയൂ. വീഡ്സിൽ നിന്ന് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാമെന്ന് വായിച്ചിട്ടുണ്ട്. അത് നെൽകൃഷിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? നെൽകൃഷിയിൽ ഉപയോഗിക്കാന്ന് വെച്ചാൽ നെൽകൃഷിയിൽ നമ്മൾ വീഡ്സിനെ നമ്മൾ മണ്ണിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ചിലതരം ചെടികളുണ്ട്, അതിന്റെ എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഈവൻ ഫോളിയർ ഫെർട്ടിലൈസർ ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന. ഇപ്പൊ 4 മണിപ്പൂവിന്റെ ചെടി, ഇത് പിന്നെ നമ്മൾ ഒരു പഠനം നടത്തിയതിൽ ഓരോ തരം ചെടികളിലും ഉള്ള ന്യൂട്രിയന്റിന്റെ അംശങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പം ചില ചെടികളിൽ വളരെ കൂടുതൽ ന്യൂട്രിയന്റ് അംശം ഉള്ളതുണ്ട്. അതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ചെടികളിൽ തെളിക്കാനായിട്ട് ഉപയോഗിക്കാം. കളകളുടെ കാര്യത്തിൽ, നെല്ലിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെയ്യുന്നത് കളകളെ മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം വിതയ്ക്കുന്ന സ്ഥലങ്ങളിൽ ആദ്യം ഒന്ന് നമ്മൾ ഉഴുതിടും. അപ്പോൾ അവിടെയുള്ള നെല്ലും കളകളെല്ലാം മുളച്ചു വരും. വീണ്ടും ഒന്നുകൂടെ ഒഴുകുമ്പോൾ അതെല്ലാം മണ്ണിൽ ചേർത്തു. അതുപോലെ നടുന്ന സ്ഥലങ്ങളിൽ പച്ചിലവളങ്ങൾ ചെടികളായാലും അതിലുള്ള കളകളായാലും എല്ലാം മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളമാക്കുന്നില്ല, അല്ലാതെ ബയോ ഫെർട്ടിലൈസർ ഉണ്ടാക്കി ചേർക്കുന്ന രീതി വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ സർ, ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരെണ്ണം ചോദിക്കാൻ, ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഫിഷ് ഫാമിംഗ് നെല്ലിന്റെ കൂടെ ഉള്ളതാണോ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞിട്ടില്ല. സാധ്യതകളും വിപണന സാധ്യതകളും ഒന്ന് പറയാമോ? ഫിഷ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം 2 രീതിയിൽ, ഇപ്പം നെല്ലിന്റെ കൂടെ ഫിഷ് ഇടുന്ന ഒരു രീതിയുണ്ട്. ഒരു 1-1.5 അടി വെള്ളം നമുക്ക് ഇടയ്ക്ക് ഒരു ചാല നിർത്തിയിട്ട് ഒരു 10-15 സെന്റിമീറ്റർ പാടത്ത് വെള്ളം ഇടയ്ക്ക് ഇടയ്ക്ക് മാറി നിൽക്കാനുള്ള ഒരു ചാലുകൾ ഉണ്ടെങ്കിൽ നെല്ലിന്റെ കൂടെ കൃഷി ചെയ്യാം. നെല്ലിന്റെ കൂടെ മീനിടാം. നമ്മുടെ നാട്ടിലും കുട്ടനാട് ഭാഗങ്ങളിൽ അത് വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു നെല്ല് ഒരു മീൻ എന്നുള്ള രീതി നെല്ലും മീനും കൂടെ ചേർത്തിട്ട് ചെയ്യുന്നുണ്ട്. നെല്ല് ഫോളോഡ് ബൈ മീൻ, ആ രീതിയിലുണ്ട്. നമുക്ക് ചെയ്യാവുന്നത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തന്നെ വെള്ളം നിർത്തി അതിന് സൈഡിൽ ഒരു ചാലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മീനിനെ വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സിൽ, ഇപ്പം റൂഫ് ടോപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ശേഖരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ അതിലും മീൻ വളർത്താനും അതുപോലെ കുളങ്ങളിൽ വളർത്താനും എല്ലാം ഫിഷറീസ് വകുപ്പ് ഇപ്പോൾ സഹായം കൊടുക്കുന്നുണ്ട്. ഫിംഗർലിങ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫീഡിനുള്ള സഹായം കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെയും ഫിംഗർലിങ്സ് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കിട്ടാനുണ്ട്. പലതരത്തിലുള്ള പല ലെയറിൽ ഫീഡ് ചെയ്യുന്ന ഫിഷിനെ ചേർത്താണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ഒരു 1-1.5 മീറ്റർ ആഴമുള്ള ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് ബോഡി ആണെങ്കിൽ അതിൽ അടിയിൽ ഫീഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് മത്സ്യം, മിഡിൽ ലെയർ ഫീഡ് ചെയ്യുന്നത് രോഹു, കട്ട്ല എന്നൊക്കെ പറയുന്നത് പല ലെയറിൽ ഫീഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഫീഡ് കൊടുക്കുന്നതിൽ മൾബറി നമ്മൾ സാധാരണ പുഴുക്കളെ വളർത്താനായിട്ടാണ് ഉപയോഗിക്കുന്നത്. മൾബറിയുടെ ഇല വളരെ നല്ല മീനുകൾക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരമാണ്. പട്ടാമ്പിയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ മൂസ നടത്തിയിട്ടുള്ള പഠനത്തിൽ മൾബറിയുടെ ഇല ഇതിന് ഫീഡായിട്ട് കൊടുക്കാം. അത് ഏത് തരം മത്സ്യമാണ് തിന്നുക എന്നുള്ളതിനെ പറ്റിയുള്ള പഠനം നടക്കുന്നേ ഉള്ളൂ. എത്രത്തോളം അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റിന് പകരമായിട്ട് ഇത് കൊടുക്കാമെന്നുള്ളത്, പലതരം ഇലകൾ കൊടുക്കാനുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ സർ, അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് സുജീഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളരിക്ക വീടുകളിൽ തന്നെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വെള്ളരിക്ക നമ്മള് പിന്നെ പല ഇനങ്ങളുണ്ട്. ചില സമയത്ത് ചില ഒരു മുടിക്കൂടലൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള നീളം കൂടിയിട്ടുള്ള ഒരു വെള്ളരിക്ക അതിന് കയ്പ് വരാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം മുളച്ച് വരുമ്പോൾ തന്നെ അതിന്റെ ഇല നുള്ളി കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കയ്പുണ്ടെങ്കിൽ ആ ഇലുണ്ടാകുന്ന കായ്ക്കും കയ്പുണ്ടാവുന്നതാണ് പറയുക സാധാരണ. പിന്നെ ഇത് ഒരു 40-45 ദിവസം കഴിയുമ്പോൾ ഫ്ലവർ ചെയ്യുന്നതാണ്. അപ്പൊ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്ത് വളർച്ച ഉണ്ടായാലാണ് ശരിയായിട്ട് കായ്ക്കുള്ളൂ. നല്ല ഓപ്പൺ സൺലൈറ്റ് വേണം. വേനൽക്കാലത്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഓപ്പൺ സൺലൈറ്റിലാണ് അത് നന്നായിട്ട് പെർഫോം ചെയ്യുക. പിന്നെ വിത്ത് മുളയ്ക്കല് വലിയ പ്രശ്നമുള്ള ഇല്ല. വിത്ത് മുളയ്ക്കുന്ന വളരെ എളുപ്പം മുളയ്ക്കും. 3-ാം ദിവസം മുളയ്ക്കുന്നതാണ് വെള്ളരിയുടെ വിത്തുകൾ.
പിന്നെ ഇതിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇൻസെക്റ്റുകളും ഒക്കെ വരാറുണ്ട്. അത് എന്താണ് വരുന്നതെന്ന് അതിനനുസരിച്ചുള്ള നിയന്ത്രണ മാർഗങ്ങൾ എടുക്കുക എന്നുള്ളത്. ഓക്കെ സർ, ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. മൈക്രോ ഗ്രീൻ കൃഷി രീതി ഫലപ്രദമാണോ? ഒരു സാധാരണഗതിയിൽ വിത്ത് മുളച്ചു വരുന്ന സമയത്ത് അത് ന്യൂട്രീഷനിൽ ഏറ്റവും നല്ലതെന്ന് പറയും. നമ്മൾ കടലയൊക്കെ നമ്മൾ മുളപ്പിച്ചാണ് നമ്മൾ സാധാരണ മുള പൊട്ടുന്ന സമയത്താണ് നമ്മൾ അതിനെ ഉപയോഗിക്കാറുള്ളത്. അത് കുറച്ചും കൂടെ ഇപ്പം വീറ്റിന്റെ വിത്ത് അല്ലെങ്കിൽ ചെറുപയറിന്റെ വിത്ത് അല്ലെങ്കിൽ കടലയുടെ വിത്ത് ഇതെല്ലാം മുളപ്പിച്ചിട്ട് ഇപ്പം പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വെച്ച് കഴിഞ്ഞാൽ ആ ചെടി ഒരു ഗ്രീൻ വെജിറ്റബിൾ ആയിട്ട് നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം. വളരെ ന്യൂട്രീഷ്യസ് ആണ്, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാക്കുന്നത് കാരണം അതിന് സമയം വരുന്നില്ല, വിഷാംശങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ അത്തരത്തിൽ വളരെ ഒരു നല്ല രീതിയാണ്, വീടുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ചെയ്യാവുന്നത് ഒരു ട്രേയിൽ നമ്മൾ ഫിൽട്ടർ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ച് നനച്ച് അതിൽ വിത്തുകളിടുക. അത് വളർന്ന മുറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം വെച്ച് അതിന് മുകളിലുള്ള പോർഷൻ നമുക്ക് ഗ്രീൻ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാം. വളരെ നന്ദിയുണ്ട് സർ അതിന്. അപ്പോൾ ഇന്നത്തെ സെഷൻ അപ്പോൾ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാം സർ. Thank you so much for your valuable time. Thank you so much. Thank you.